അടച്ചുറപ്പുള്ള വീടില്ലാതെ വർഷങ്ങളായി ദുരിതം അനുഭവിക്കുകയാണ് കോന്നി വകയാറിലെ ലക്ഷ്മിക്കുട്ടിയമ്മ. പഞ്ചായത്തിലടക്കം പരാതി നൽകിയെങ്കിലും ഇതുവരെയും പരിഹാരമായില്ല. ദുരിതം കണ്ടറിഞ്ഞ പ്രദേശത്തെ കുടുംബശ്രീ തൊഴിലാളികൾ തയ്യാറാക്കി നൽകിയ താൽക്കാലിക ടാർപോളിൻ മേൽക്കൂരയ്ക്ക് കീഴിലാണ് ലക്ഷ്മിക്കുട്ടിയമ്മ ഇപ്പോൾ അന്തിയുറങ്ങുന്നത്. എനിക്ക് ജീവിതത്തിലെല്ലാം ബുദ്ധിമുട്ടാണ് മോനെ. മേൽക്കൂരയെടുത്ത് അടിച്ച ഭിത്തി മാത്രമേ ഉള്ളായിരുന്നു. മേൽക്കൂര അടിച്ചു കഴിഞ്ഞാൽ പിന്നെന്തോ വിചാരം ഒന്നുമില്ലായിരുന്നു. ഈ ഭിത്തി അല്ലാതെ യാതൊരു വകയില്ലായിരുന്നു. വയസ്സുണ്ട് കോന്നി വകയാർ സ്വദേശിയായ ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക്. പരസഹായമില്ലാതെ നടക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. വർഷങ്ങളായി അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. കൂറ്റൻപാറയുടെ മുകളിലുള്ള വീട്ടിലേക്ക് കുടിവെള്ളമെത്തില്ല. ബക്കറ്റിൽ നിറച്ചുവെക്കുന്ന മഴവെള്ളമാണ് ആശ്രയം. പ്രാഥമിക ആവശ്യങ്ങൾക്കും കുടിക്കാനും മഴവെള്ളം തന്നെയുള്ളൂ. വേനൽ കടുത്താൽ അതും പ്രതിസന്ധിയിലാകും. അഞ്ചു വർഷങ്ങൾക്ക് മുൻപാണ് കനത്ത കാറ്റിലും മഴയിലും വീട് ഭാഗികമായി തകരുന്നത്. 3 ആൺമക്കളുള്ള ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്ക് പക്ഷേ സഹായത്തിന് ആരുമില്ല. 2 വർഷം മുൻപ് ഭർത്താവും മരിച്ചു. അടിയന്തര ആവശ്യങ്ങൾക്ക് കൂറ്റൻപാറയിലൂടെ നിരങ്ങിയിറങ്ങി താഴേക്കെത്തണം. ഈ കഴിഞ്ഞിട എനിക്കൊരു 50,000 രൂപ വന്നപ്പം നേരത്തെ ഉള്ള മെമ്പർ അതങ്ങ് ഒഴിഞ്ഞു. ഈ 50 രൂപയ്ക്കകത്ത് ഇതിനകത്ത് ഒന്നും നോക്കത്തില്ല. ഭിത്തി മാത്രമല്ല ഉള്ളൂ, മണ്ടയൊന്നുമില്ലല്ലോ, ഒന്നുമില്ലായിരുന്നു മണ്ട. അപ്പോൾ ആ മെമ്പർ അങ്ങ് ഒഴിഞ്ഞെന്ന് പറഞ്ഞാൽ എന്നെ ഒഴിവും തിരിവൊക്കെ പറഞ്ഞ് എന്നെ 2 വർഷം അങ്ങനെ അങ്ങ് നടത്തി. ഏത് സമയവും നിലം പൊത്താവുന്ന വീട്ടിലാണ് അന്തിയുറക്കം. അറ്റകുറ്റപ്പണികൾക്കായി പഞ്ചായത്തിൽ അപേക്ഷ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. മാനം കറുക്കുമ്പോൾ മനസ്സ് പിടയും. അവശേഷിക്കുന്ന ചുവരുകൾ കൂടി തകർന്നു വീഴുമോ എന്ന ഭയത്താൽ ഓരോ ദിവസവും തള്ളി നീക്കുകയാണ് ഈ അമ്മ. ന്യൂസ് മലയാളം, പത്തനംതിട്ട.